4/3/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ തൊഴിലാണ് മനുഷ്യരെ ഉണർത്തുക, വഴി പറഞ്ഞു കൊടുക്കുക. എത്രത്തോളം നിങ്ങൾ ദേഹി അഭിമാനിയായി ബാബയുടെ പരിചയം കേൾപ്പിക്കുമോ അത്രയും മംഗളമുണ്ടാകും. ചോദ്യം: ദരിദ്രരായ കുട്ടികൾ തങ്ങളുടെ ഏതൊരു വിശേഷതയുടെ ആധാരത്തിൽ ധനികരേക്കാൾ മുന്നിൽ പോകുന്നു? ഉത്തരം: ദരിദ്രരിൽ ദാനപുണ്യങ്ങളുടെ വളരെയധികം വിശ്വാസമുണ്ട്. ദരിദ്രർ ഭക്തിയും താൽപര്യത്തോടെ ചെയ്യുന്നു. സാക്ഷാത്കാരവും ദരിദ്രർക്ക് ഉണ്ടാകുന്നു. ധനികർക്ക് തങ്ങളുടെ ധനത്തിൻ്റെ ലഹരിയുണ്ട്. പാപം കൂടുതൽ ഉണ്ടാകുന്നു. അതിനാൽ ദരിദ്രരായ കുട്ടികൾ അവരെക്കാൾ മുന്നിൽ പോകുന്നു. ഗീതം: ഓം നമഃ ശിവായ. ഓം ശാന്തി. നീ മാതാവും പിതാവും, നമ്മൾ നിന്റെ ബാലകർ. ഇത് തീർച്ചയായും പരംപിത പരമാത്മാവിൻ്റെ മഹിമയാണ് പാടപ്പെട്ടിരിക്കുന്നത്. ഇത് സ്പഷ്ടമായ മഹിമയാണ്. കാരണം ആ ഒന്ന് രചയിതാവാണ്. ലൗകിക മാതാപിതാക്കളും കുട്ടികളുടെ രചയിതാവാണ്. പാരലൗകിക പിതാവിനെയും രചയിതാവ് എന്ന് പറയുന്നു. ബന്ധു, സഹായിക്കുന്നവൻ എന്നിങ്ങനെ വളരെയധികം മഹിമകൾ പാടുന്നു. ലൗകിക പിതാവിന് ഇത്രയും മഹിമയില്ല. പരംപിത പരമാത്മാവിൻ്റെ മഹിമ തന്നെ വേറെയാണ്. കുട്ടികളും മഹിമ ചെയ്യുന്നു. ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, നോളജ് ഫുള്ളാണ്. ആ ഒന്നിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. ജ്ഞാനം ഏതെങ്കിലും ശരീര നിർവഹണമുള്ള പഠനത്തിൻ്റെതല്ല. ആ ഒന്നിനെ ജ്ഞാനത്തിൻ്റെ സാഗരം, നോളജ് ഫുൾ എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും ആ ഒന്നിൻ്റെ അടുക്കൽ ജ്ഞാനമുണ്ട്. എന്നാൽ ഏതൊരു ജ്ഞാനമാണ്? ഈ സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു, അതിൻ്റെ ജ്ഞാനമുണ്ട്. ആ ഒന്ന് ജ്ഞാനസാഗരവും പതീത പാവനുമാണ്. കൃഷ്ണനെ ഒരിക്കലും പതീത പാവനൻ എന്നോ ജ്ഞാനത്തിൻ്റെ സാഗരമെന്നോ പറയുന്നില്ല. കൃഷ്ണൻ്റെ മഹിമ തികച്ചും വ്യത്യസ്തമാണ്. രണ്ടും ഭാരത നിവാസിയാണ്. ശിവബാബയുടെയും മഹിമ ഭാരതത്തിലാണുള്ളത്. ശിവജയന്തിയും ഇവിടെയാണ് ആഘോഷിക്കുന്നത്. കൃഷ്ണന്റെ ജയന്തിയും ആഘോഷിക്കുന്നു. ഗീതയുടെയും ജയന്തി ആഘോഷിക്കുന്നു. 3 ജയന്തി മുഖ്യമായവയാണ്. പിന്നെ ചോദ്യം ഉയരുന്നത് ഇതാണ്: ആദ്യം ആരുടെ ജയന്തിയാണ് ഉണ്ടായത്? ശിവന്റെയാണോ അതോ കൃഷ്ണന്റേതാണോ? മനുഷ്യരാണെങ്കിൽ തീർത്തും ബാബയെ മറന്നുപോയി. കൃഷ്ണന്റെ ജയന്തി വളരെ ആർഭാടപൂർവം സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ശിവജയന്തിയെക്കുറിച്ച് ഇത്രയും ആർക്കും അറിയില്ല, മഹിമയുമില്ല. ശിവൻ വന്ന് എന്താണ് ചെയ്തത്? ആ ഒന്നിൻ്റെ ബയോഗ്രഫി ആർക്കും തന്നെ അറിയില്ല. കൃഷ്ണന്റെ വളരെയധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗോപികമാരെ അപഹരിച്ചു, ഇന്നത് ചെയ്തു എന്നല്ല. കൃഷ്ണന്റെ ചരിത്രങ്ങളുടെ ഒരു പ്രത്യേക മാഗസീനും ഇറങ്ങുന്നു. ശിവന്റെ ചരിത്രമോ മറ്റോ ഒന്നുമില്ല. കൃഷ്ണന്റെ ജയന്തി എപ്പോഴാണ് ഉണ്ടായത്? പിന്നെ ഗീതയുടെ ജയന്തി എപ്പോഴുണ്ടായി? ശ്രീകൃഷ്ണൻ വലുതാകുമ്പോഴാണല്ലോ ജ്ഞാനം കേൾപ്പിക്കാനാവുക. ശ്രീകൃഷ്ണന്റെ കുട്ടിക്കാലം കാണിക്കുന്നു. കുട്ടയിൽ വെച്ച് അക്കരെ കൊണ്ടുപോയി. മുതിർന്ന അവസ്ഥയെ കാണിക്കുന്നു. രഥത്തിൽ നിൽക്കുന്നതായി, ചക്രം കറക്കുന്നതായി. 16-17 വയസ്സിൻ്റേതാകും. ബാക്കി ചിത്രം ബാല്യത്തിൻ്റേതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഗീത എപ്പോഴാണ് കേൾപ്പിച്ചത്? ആ സമയം കേൾപ്പിച്ചിട്ടുണ്ടാകില്ല. ഇന്ന ആളെ അപഹരിച്ചു, ഇത് ചെയ്തു എന്നെല്ലാം എഴുതുമ്പോൾ ആ സമയത്ത് ജ്ഞാനം ശോഭിക്കുകയില്ല. ജ്ഞാനമാണെങ്കിൽ വൃദ്ധ അവസ്ഥയിൽ ആകുമ്പോഴായിരിക്കുമല്ലോ കേൾപ്പിക്കുക. ഗീതയും കുറച്ച് സമയത്തിന് ശേഷമായിരിക്കുമല്ലോ കേൾപ്പിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ശിവൻ എന്താണ് ചെയ്തത്? ഒന്നും അറിയില്ല. അജ്ഞാന നിദ്രയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ബാബു പറയുന്നു, എൻ്റെ ബയോഗ്രഫിയെക്കുറിച്ചും ആർക്കും അറിയില്ല. ഞാൻ എന്താണ് ചെയ്തത്? എന്നെ തന്നെയാണ് പതീത പാവനൻ എന്ന് പറയുന്നത്.
ഞാൻ വരുമ്പോൾ ഒപ്പം ഗീതയുമുണ്ട്. ഞാൻ സാധാരണ വൃദ്ധ അനുഭവി ശരീരത്തിലാണ് വരുന്നത്. ശിവജയന്തി നിങ്ങൾ ഭാരതത്തിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. കൃഷ്ണ ജയന്തി, ഗീതാ ജയന്തി ഇവ മൂന്നും മുഖ്യമായതാണ്. രാമൻ്റെ ജയന്തി പിന്നീടാണ് ഉണ്ടാകുന്നത്. ഈ സമയം എന്തെല്ലാം നടക്കുന്നുവോ അത് പിന്നീട് ആഘോഷിക്കപ്പെടുന്നു. സത്യയുഗത്തിലും ത്രേതായിലും ജയന്തിയോ മറ്റോ ഉണ്ടായിരിക്കുന്നില്ല. സൂര്യവംശിയിൽ നിന്നും ചന്ദ്രവംശി സമ്പത്ത് സ്വീകരിക്കുന്നു. മറ്റാർക്കും മഹിമയില്ല. കേവലം രാജാക്കന്മാരുടെ കിരീടധാരണ ആഘോഷിക്കുന്നുണ്ടാകും. ബർത്ത്ഡേ ആണെങ്കിൽ ഇക്കാലത്താണ് എല്ലാവരും ആഘോഷിക്കുന്നത്. അത് സാധാരണ കാര്യമായി. ശ്രീകൃഷ്ണൻ ജന്മമെടുത്തു, മുതിർന്നപ്പോൾ രാജ്യം ഭരിച്ചു. അതിൽ മഹിമയുടെ കാര്യമൊന്നുമില്ല. സത്യയുഗത്തിലും ത്രേതായിലും സുഖത്തിൻ്റെ രാജ്യം തുടർന്നു വന്നു. ആ രാജ്യം എപ്പോൾ എങ്ങനെ സ്ഥാപിതമായി, ഇത് കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ബാബ പറയുന്നു, കുട്ടികളെ, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിൽ വരുന്നു. കലിയുഗത്തിൻ്റെ അന്തിമം പതീത ലോകമാണ്. സത്യയുഗത്തിൻ്റെ ആദി പാവന ലോകമാണ്. ഞാൻ പിതാവുമാണ്. കുട്ടികളായ നിങ്ങൾക്ക് സമ്പത്തും നൽകും. കഴിഞ്ഞ കൽപ്പത്തിലും നിങ്ങൾക്ക് സമ്പത്ത് നൽകിയിരുന്നു. അതിനാൽ നിങ്ങൾ ആഘോഷിച്ചു വരുന്നു. എന്നാൽ നാമം മറന്നു പോകുന്നതിലൂടെ കൃഷ്ണന്റെ നാമം നൽകിയിരിക്കുന്നു. ഉയർന്നതിലും ഉയർന്നത് ശിവനാണല്ലോ. ആദ്യം ആ ഒന്നിൻ്റെ ജയന്തി ഉണ്ടാകണം. അപ്പോഴാണ് പിന്നെ സാകാര മനുഷ്യൻ്റേതുണ്ടാവുക. ആത്മാക്കളെല്ലാം വാസ്തവത്തിൽ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നു. എൻ്റേതും അവതരണമാണ്. ശ്രീകൃഷ്ണൻ മാതാവിൻ്റെ ഗർഭത്തിലൂടെയാണ് ജന്മമെടുത്തത്, പാലനയെടുത്തത്. നിങ്ങൾക്ക് പുനർജന്മത്തിൽ വരിക തന്നെ വേണം. ശിവബാബ പുനർജന്മം എടുക്കുന്നില്ല, വരുന്നുണ്ടല്ലോ. ഇതെല്ലാം ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ബ്രഹ്മ, വിഷ്ണു, ശങ്കറിനെ ത്രിമൂർത്തിയായി കാണിക്കുന്നുവല്ലോ. ബ്രഹ്മാവിലൂടെയാണ് സ്ഥാപന. കാരണം ശിവന് തൻ്റേതായ ശരീരമില്ല. സ്വയം ഇരുന്ന് പറഞ്ഞു തരികയാണ്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ വൃദ്ധ ശരീരത്തിൽ വരുന്നു. ഇദ്ദേഹം തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണിത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. ശിവജയന്തി വലുതാണോ അതോ ശ്രീകൃഷ്ണ ജയന്തി വലുതാണോ? അഥവാ കൃഷ്ണനാണ് ഗീത കേൾപ്പിച്ചത് എങ്കിൽ ശ്രീകൃഷ്ണൻ്റെ വളരെയധികം വർഷങ്ങൾക്ക് ശേഷമേ സാധ്യമാകൂ. കൃഷ്ണൻ വലുതാകുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണല്ലോ. എന്നാൽ വാസ്തവത്തിൽ ശിവജയന്തിക്ക് ശേഷം ഉടൻ ഗീതാ ജയന്തി ഉണ്ടായി. ഈ പോയിന്റ്സും ബുദ്ധിയിൽ വയ്ക്കണം. പോയിന്റ്സ് അനേകമുണ്ട്. നോട്ട് ചെയ്യാതെ ഓർമ്മയിലിരിക്കുക സാധ്യമല്ല. ബാബ ഇത്രയും സമീപത്താണ്. ആ ഒന്നിൻ്റെ രഥമാണ്. ആ ഒന്നും പറയുന്നു, എല്ലാ പോയിന്റ്സും സമയത്തിന് ഓർമ്മ വരിക പ്രയാസമാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും 2 അച്ഛൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ശിവബാബയുടെ ജയന്തി ആഘോഷിക്കുന്നുണ്ട്. തീർച്ചയായും വന്നിട്ടുണ്ടാകും. ക്രൈസ്റ്റ്, ബുദ്ധൻ തുടങ്ങിയവർ വന്ന് തങ്ങളുടെ ധർമ്മം സ്ഥാപിക്കുന്നത് പോലെ അതും ആത്മാവ് വന്ന് പ്രവേശിച്ച് ധർമ്മം സ്ഥാപിക്കുന്നതാണ്. ആ ഒന്ന് ഹെവൻലി ഗോഡ് ഫാദറാണ്. സൃഷ്ടിയുടെ രചയിതാവാണ്. അപ്പോൾ തീർച്ചയായും പുതിയ സൃഷ്ടി രചിക്കും. പഴയതായിരിക്കുകയില്ല രചിക്കുന്നത്. പുതിയ സൃഷ്ടിയെ സ്വർഗം എന്ന് പറയുന്നു. ഇപ്പോൾ നരകമാണ്. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിലെ സംഗമത്തിൽ വന്ന് കുട്ടികളായ നിങ്ങൾക്ക് രാജയോഗത്തിൻ്റെ ജ്ഞാനം നൽകുന്നു. ഇതാണ് ഭാരതത്തിൻ്റെ പ്രാചീന യോഗം. ആരാണ് പഠിപ്പിച്ചത്? ശിവബാബയുടെ പേര് അപ്രത്യക്ഷമാക്കി. ഒന്നാമതായി പറയുന്നു, ഗീതയുടെ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. വിഷ്ണുവിൻ്റെ മറ്റും നാമവും നൽകുന്നു. ശിവബാബയാണ് രാജയോഗം പഠിപ്പിച്ചിരുന്നത്. ആർക്കും അറിയില്ല. ശിവജയന്തി
നിരാകാരൻ്റെ ജയന്തിയായി തന്നെയാണ് കാണിക്കുന്നത്. ആ ഒന്ന് എങ്ങനെ വന്ന് എന്താണ് ചെയ്തത്? ആ ഒന്ന് സർവരുടെയും സദ്ഗതിദാതാവും ലിബറേറ്ററും ഗൈഡുമാണ്. ഇപ്പോൾ സർവ ആത്മാക്കൾക്കും പരമാത്മാവാകുന്ന ഗൈഡിനെ ആവശ്യമാണ്. അതും ആത്മാവാണ്. മനുഷ്യരുടെ ഗൈഡും മനുഷ്യരായിരിക്കുന്നത് പോലെ ആത്മാക്കൾക്കും ഗൈഡായി വേണ്ടത് ആത്മാവിനെയാണ്. ആ ഒന്നിനെ സുപ്രീം ആത്മാവ് എന്ന് തന്നെ പറയും. മനുഷ്യരാണെങ്കിൽ എല്ലാവരും പുനർജന്മമെടുത്ത് പതീതമാകുന്നു. പിന്നെ പാവനമാക്കി ആരാണ് തിരികെ കൊണ്ടുപോവുക? ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് വന്ന് പാവനമാകാനുള്ള യുക്തി പറഞ്ഞു തരുന്നത്. നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, ദേഹത്തിൻ്റെ സംബന്ധം ഉപേക്ഷിക്കൂ എന്ന് കൃഷ്ണന് പറയുവാൻ സാധിക്കില്ല. കൃഷ്ണൻ 84 ജന്മങ്ങൾ എടുക്കുന്നു, സർവ സംബന്ധങ്ങളിലും വരുന്നു. ബാബയ്ക്ക് തൻ്റേതായ ശരീരമില്ല. നിങ്ങളെ ഈ ആത്മീയ യാത്ര ബാബ പഠിപ്പിക്കുന്നു. ഇതാണ് ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ആത്മീയ നോളജ്. കൃഷ്ണൻ ആരുടെയും ആത്മീയ പിതാവല്ല. സർവരുടെയും ആത്മീയ പിതാവ് ഞാനാണ്. എനിക്ക് തന്നെയാണ് ഗൈഡ് ആകുവാൻ സാധിക്കുന്നത്. ലിബറേറ്റർ, ഗൈഡ്, ബ്ലിസ്ഫുൾ, പീസ്ഫുൾ, എവർ പ്യോർ, ഇതെല്ലാം എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ആത്മാക്കളായ നിങ്ങൾക്ക് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ഈ ശരീരത്തിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളും ശരീരത്തിലൂടെ നോളജ് എടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഒന്ന് ഗോഡ് ഫാദറാണ്. ആ ഒന്നിൻ്റെ രൂപവും പറഞ്ഞു തന്നിട്ടുണ്ട്. ആത്മാവ് ഒരു ബിന്ദുവായിരിക്കുന്നത് പോലെ പരമാത്മാവും ബിന്ദുവാണ്. ഇത് പ്രകൃതിയാൽ ഉള്ളതാണല്ലോ. വാസ്തവത്തിൽ വളരെ വലിയ പ്രകൃതിയാ ഉള്ള ശക്തി ഇതാണ്. ഇത്രയും ചെറിയ നക്ഷത്രത്തിൽ 84 ജന്മങ്ങളുടെ പാർട്ടുണ്ട്. ഇതാണ് പ്രകൃതിയാ ഉള്ള ശക്തി. ബാബയ്ക്കും ഡ്രാമയിൽ പാർട്ടുണ്ട്. ഭക്തി മാർഗത്തിലും നിങ്ങളുടെ സർവീസ് ചെയ്യുന്നു. നിങ്ങളുടെ ആത്മാവിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അവിനാശിയാണ്. ഇതിനെ പ്രകൃതിയ ഉള്ള ശക്തി എന്ന് പറയുന്നു. ഇതിനെ എങ്ങനെ വർണ്ണിക്കുവാനാണ്? ഇത്രയും ചെറിയ ആത്മാവാണ്. ഈ കാര്യങ്ങൾ കേട്ട് അത്ഭുതപ്പെടുന്നു. ആത്മാവ് സ്റ്റാർ പോലെയാണ്. 84 ജന്മങ്ങൾ ആക്യുറേറ്റായി അനുഭവിക്കുന്നു. സുഖവും അത് ആക്യുറേറ്റായി അനുഭവിക്കും. ഇത് പ്രകൃതിയാ ഉള്ള ശക്തിയാണ്. ബാബയും ആത്മാവാണ്, പരം ആത്മാ. ആ ഒന്നിൽ മുഴുവൻ നോളജും അടങ്ങിയിട്ടുണ്ട്. അത് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് പുതിയ കാര്യങ്ങളാണ്. പുതിയതായി മനുഷ്യർ കേൾക്കുമ്പോൾ അവർ പറയും, ഇവരുടെ ജ്ഞാനം ഒരു ശാസ്ത്രത്തിലുമില്ല. എങ്കിലും ആരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ കേട്ടത്, സമ്പത്തെടുത്തത്, അവരുടെ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. സമയമെടുക്കുന്നു. പ്രജകൾ അനേകം തയ്യാറാകണം. അതാണെങ്കിൽ സഹജമാണ്. രാജാവാകുന്നതിലാണ് പ്രയത്നമുള്ളത്. ഏത് മനുഷ്യരാണോ വളരെയധികം ധനം ദാനം ചെയ്യുന്നത്, അപ്പോൾ രാജകുലത്തിൽ ജന്മമെടുക്കുന്നു. ദരിദ്രരും തങ്ങളുടെ ധൈര്യമനുസരിച്ച് എന്തെല്ലാം ദാനം ചെയ്യുന്നുണ്ടാകുമോ അവരും രാജാവാകുന്നു. ആരാണോ പൂർണ്ണ ഭക്തർ ആയിരിക്കുന്നത് അവർ ദാനപുണ്യവും ചെയ്യുന്നു. ധനികരിൽ നിന്നും പാപം കൂടുതൽ സംഭവിക്കുന്നുണ്ടാകും. ദരിദ്രരിൽ വിശ്വാസം വളരെയധികം ഉണ്ടായിരിക്കുന്നു. അവർ വളരെ സ്നേഹത്തോടെ അല്പമെങ്കിലും ദാനം ചെയ്യുന്നു. അപ്പോൾ വളരെയധികം ലഭിക്കുന്നു. ദരിദ്രർ ഭക്തിയും വളരെയധികം ചെയ്യുന്നു. ദർശനം തരൂ, ഇല്ലെങ്കിൽ നമ്മൾ കഴുത്തു മുറിക്കും. ധനികർ അങ്ങനെ ചെയ്യില്ല. സാക്ഷാത്കാരവും ദരിദ്രർക്കാണ് ഉണ്ടാകുന്നത്. അവർ തന്നെയാണ് ദാനപുണ്യങ്ങൾ ചെയ്യുന്നത്. അവർ രാജാക്കന്മാരുമാകുന്നു. ധനമുള്ളവർക്ക് അഹങ്കാരമുണ്ടായിരിക്കുന്നു. ഇവിടെയും ദരിദ്രർക്ക് 21 ജന്മത്തിൻ്റെ സുഖം ലഭിക്കുന്നു. ദരിദ്രരാണ് കൂടുതൽ, സമ്പന്നർ പിന്നീട് വരും.
ഭാരതം ഇത്രയും ഉയർന്നതായിരുന്നു, അത് പിന്നെ എങ്ങനെ ഇത്രയും ദരിദ്രമായി? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എർത്ത് ക്വേക്ക് തുടങ്ങിയവയിൽ എല്ലാ കെട്ടിടങ്ങളും മറ്റും ഇല്ലാതാകും. അപ്പോൾ ദരിദ്രമായി പോകും. രാവണ രാജ്യം ആകുന്നതിലൂടെ നിലവിളി ഉണ്ടാകുന്നു. പിന്നെ അങ്ങനെയുള്ള വസ്തുക്കൾ നിലനിൽക്കുകയില്ല. ഓരോ വസ്തുവിനും ആയുസ് ഉണ്ടാകുമല്ലോ. അവിടെ മനുഷ്യരുടെ ആയുസ് നീണ്ടതായിരിക്കുന്നത് പോലെ കെട്ടിടങ്ങൾക്കും വലിയ ആയുസ്സുണ്ടായിരിക്കും. സ്വർണത്തിൻ്റെയും മാർബിളിൻ്റെയും വലിയ വലിയ കെട്ടിടങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കും. സ്വർണത്തിൻ്റേതാണെങ്കിൽ കൂടുതൽ ബലമുള്ളതായിരിക്കും. നാടകത്തിലും കാണിക്കുന്നുണ്ടല്ലോ, യുദ്ധം നടന്നു, കെട്ടിടം തകരുന്നു, വീണ്ടും ഉണ്ടാകുന്നു. അവയുടെ നിർമ്മാണം അങ്ങനെയായിരിക്കും. സ്വർഗത്തിലെ ഈ കൊട്ടാരവും മറ്റും നിർമ്മിക്കുന്നത് മേസ്തിരിമാർ എങ്ങനെ കെട്ടിടം നിർമ്മിക്കുന്നു എന്നത് കാണിക്കുകയില്ല. അതേ കെട്ടിടങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാകും. വിവേകം ഇങ്ങനെ പറയുന്നു: ഈ കാര്യങ്ങളുമായി കുട്ടികൾക്ക് ബന്ധമില്ല. കുട്ടികൾക്ക് പഠനം പഠിക്കേണ്ടതുണ്ട്. സ്വർഗത്തിൻ്റെ അധികാരിയാകണം. സ്വർഗവും നരകവും അനേകം തവണ കടന്നുപോയി. ഇപ്പോൾ രണ്ടും കടന്നുപോയി കഴിഞ്ഞു. ഇപ്പോൾ സംഗമമാണ്. സത്യയുഗത്തിൽ ഈ നോളജ് ഉണ്ടായിരിക്കില്ല. ഈ സമയം കുട്ടികളായ നിങ്ങൾക്ക് മുഴുവൻ നോളജുണ്ട്. ലക്ഷ്മി നാരായണന് ഈ രാജ്യം ആരാണ് നൽകിയിരുന്നത്? ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം. ഇവർ ഈ സമ്പത്ത് ആരിൽ നിന്നാണ് നേടിയത്? ഇവിടെ പഠനം പഠിച്ച് സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നു. പിന്നെ അവിടെ പോയി കെട്ടിടങ്ങളും മറ്റും ഉണ്ടാക്കുന്നു. സർജനും വലിയ വലിയ ഹോസ്പിറ്റൽ നിർമ്മിക്കാറില്ലേ? ബാബ കുട്ടികളായ നിങ്ങൾക്ക് ദിനം പ്രതിദിനം നല്ല നല്ല പോയിന്റ്സ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ തൊഴിൽ തന്നെ മനുഷ്യരെ ഉണർത്തുക, വഴി പറഞ്ഞു കൊടുക്കുക എന്നതാണ്. ബാബ എത്ര സ്നേഹത്തോടെ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ദേഹാഭിമാനത്തിൻ്റെ ആവശ്യമില്ല. ബാബയ്ക്ക് ഒരിക്കലും ദേഹാഭിമാനം ഉണ്ടാവുക സാധ്യമല്ല. നിങ്ങൾക്ക് പ്രയത്നം മുഴുവൻ ഉണ്ടാകുന്നത് ദേഹി അഭിമാനി ആകുന്നതിലാണ്. ആരാണോ ദേഹി അഭിമാനിയായി ബാബയുടെ പരിചയം ഇരുന്ന് നൽകുന്നത്, അപ്പോൾ വളരെ പേരുടെ മംഗളം ചെയ്യുകയാണ്. ആദ്യം ദേഹാഭിമാനം വരുന്നതിലൂടെ അടികൂടുന്നത്, വഴക്കുകൂടുന്നത്, പ്രഭുത്വത്തോടെ നടക്കുന്നത് ദേഹാഭിമാനമാണ്. ആദ്യം ദേഹാഭിമാനം വരുന്നതിലൂടെ പിന്നെ മറ്റു വികാരങ്ങൾ വരുന്നു. അടികൂടുക, വഴക്കുകൂടുക, പ്രഭുത്വത്തോടെ നടക്കുക ദേഹാഭിമാനമാണ്. നമ്മുടേത് രാജയോഗമാണ്. എങ്കിലും വളരെ സാധാരണമായി കഴിയണം. ഒരൽപ്പം വസ്തുവിൽ പോലും അഹങ്കാരം വന്നു പോകുന്നു. ഫാഷനബിളായ വാച്ച് കണ്ടെങ്കിൽ അത് ധരിക്കാൻ ആഗ്രഹം തോന്നുന്നു. ചിന്ത നടന്നുകൊണ്ടേയിരിക്കും. ഇതിനെയും ദേഹാഭിമാനം എന്ന് പറയുന്നു. നല്ല കൂടിയ വസ്തുവാണെങ്കിൽ സൂക്ഷിക്കേണ്ടി വരും. കളഞ്ഞു പോയാൽ ചിന്തയുണ്ടാകും. അന്തിമ സമയം എന്തെങ്കിലും ഓർമ്മ വന്നു എങ്കിൽ പദവി ഭ്രഷ്ടമായി പോകും. ഇത് ദേഹാഭിമാനത്തിൻ്റെ ശീലങ്ങളാണ്. പിന്നെ സർവീസിന് പകരം ഡിസർവീസും തീർച്ചയായും ചെയ്യും. രാവണൻ നിങ്ങളെ ദേഹാഭിമാനിയാക്കി. ബാബ എത്ര സാധാരണമായാണ് നടക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഓരോരുത്തരുടെയും സർവീസ് നോക്കപ്പെടുന്നു. മഹാരഥികളായ കുട്ടികൾ തൻ്റെ ഷോ ചെയ്യണം. മഹാരഥികളോട് തന്നെയാണ് നിങ്ങൾ ഇന്ന സ്ഥാനത്ത് പോയി പ്രഭാഷണം നടത്തൂ എന്നെഴുതുന്നത്. പരസ്പരം വിളിക്കുന്നു. എന്നാൽ കുട്ടികളിൽ ദേഹാഭിമാനം വളരെയധികമുണ്ട്. പ്രഭാഷണം കൊള്ളാം, പക്ഷേ പരസ്പരം ആത്മീയ സ്നേഹമില്ല. ദേഹാഭിമാനം ഉപ്പുവെള്ളമാക്കി മാറ്റുന്നു. ഏതെങ്കിലും കാര്യത്തിൽ പെട്ടെന്ന് പിണങ്ങുക ഇതും പാടില്ലാത്തതാണ്. അതിനാൽ ബാബ പറയുന്നു, ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ബാബയോട് വന്ന് ചോദിക്കാം. ചിലർ ചോദിക്കുന്നു, ബാബ താങ്കൾക്ക് എത്ര കുട്ടികളുണ്ട്? അപ്പോൾ പറയും, എണ്ണമറ്റ കുട്ടികളുണ്ട്. പക്ഷേ ചിലർ കുപുത്രനാണ്,
ചിലർ നല്ല നല്ല സൽപുത്രനാണ്. ഇങ്ങനെയുള്ള ബാബയുടെ ആജ്ഞാകാരിയും വിശ്വസ്തനും ആകേണ്ടതാണല്ലോ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ദേഹാഭിമാനത്തിൽ വന്ന് ഒരു പ്രകാരത്തിലുമുള്ള ഫാഷൻ കാണിക്കരുത്. കൂടുതൽ താല്പര്യം വയ്ക്കരുത്. വളരെയധികം സാധാരണമായി നടക്കണം. പരസ്പരം വളരെയധികം ആത്മീയ സ്നേഹത്തോടെ നടക്കണം. ഒരിക്കലും ഉപ്പുവെള്ളമാകരുത്. ബാബയുടെ സൽപുത്രനായ കുട്ടിയാകണം. അഹങ്കാരത്തിൽ ഒരിക്കലും വരരുത്. വരദാനം: തൻ്റെ ഭാഗ്യത്തിൻ്റെയും ഭാഗ്യവിധാതാവിൻ്റെയും ഗുണങ്ങൾ പാടുന്ന സദാ പ്രസന്നചിത്തരായി ഭവിക്കട്ടെ. എല്ലാ ബ്രാഹ്മണ കുട്ടികൾക്കും ജന്മം മുതൽ തന്നെ കിരീടവും സിംഹാസനവും തിലകവും ജന്മസിദ്ധ അധികാരത്തിൻ്റെ രൂപത്തിൽ പ്രാപ്തമാകുന്നു. അപ്പോൾ ഈ ഭാഗ്യത്തിൻ്റെ തിളങ്ങുന്ന നക്ഷത്രത്തെ കണ്ടുകൊണ്ട് തൻ്റെ ഭാഗ്യത്തിൻ്റെയും ഭാഗ്യവിധാതാവിൻ്റെയും ഗുണങ്ങൾ പാടിക്കൊണ്ടിരിക്കൂ. അപ്പോൾ ഗുണസമ്പന്നം ആയി മാറും. തൻ്റെ ദൗർബല്യങ്ങളുടെ ഗുണം പാടരുത്. ഭാഗ്യത്തിൻ്റെ ഗുണം പാടിക്കൊണ്ടിരിക്കൂ. ചോദ്യങ്ങളിൽ നിന്നും ഉപരിയായിരിക്കൂ. അപ്പോൾ സദാ പ്രസന്ന ചിത്തമായി ഇരിക്കുന്നതിൻ്റെ വരദാനം പ്രാപ്തമാകും. പിന്നെ മറ്റുള്ളവരെയും സഹജമായി തന്നെ പ്രസന്നമാക്കുവാൻ സാധിക്കും. സ്ലോഗൻ: ഏകനാമിയായും എക്കോണമിയോടെയും നടക്കുക തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൽ സഫലതയുടെ ആധാരം. അവ്യക്ത സൂചന: നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷനെ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തവും ആയിരിക്കൂ. നിശ്ചയം സദാ നിശ്ചിന്തമാക്കുന്നു. ആര് നിശ്ചിന്ത സ്ഥിതിയിലിരുന്ന് ഏതൊരു കർമ്മം ചെയ്യുന്നുവോ അവർ അതിൽ തീർച്ചയായും സഫലമാകുന്നു. കാരണം നിശ്ചിന്ത സ്ഥിതിയിൽ ബുദ്ധി യഥാർത്ഥമായ ജഡ്ജ്മെന്റ് നടത്തുന്നു. യഥാർത്ഥ നിർണയത്തിൻ്റെ ആധാരമാണ് നിശ്ചയബുദ്ധിയും നിശ്ചിന്ത സ്ഥിതിയും. അതിൽ ചിന്തിക്കേണ്ട ആവശ്യകത പോലും ഇല്ല. ഓം ശാന്തി. മെഡിറ്റേഷൻ. ശുദ്ധ സ്വരൂപമായ ആത്മചൈതന്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ സ്ഥിരമാക്കുന്നു. മസ്തക മധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സ് സ്ഥിരമാകുമ്പോൾ അജ്ഞാനത്തിൻ്റെ ആവരണത്താൽ മറഞ്ഞിരുന്ന ആത്മാനുഭവം എന്നിൽ ഉദയം ചെയ്യുന്നു. ശാന്തിയും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ സ്വാഭാവിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ജീവിതത്തെ ആത്യന്തികമായ ധന്യതയിൽ എത്തിക്കുന്ന പരമാത്മാ സംഘത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവത്തിനായി പരമാത്മാവിൻ്റെ സമീപത്ത് മനസ്സുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു.
സർവ ദുഃഖങ്ങളെയും ഹരിക്കുന്ന സർവ സൗഭാഗ്യങ്ങളും നേടിത്തരുന്ന ശിവ സാന്നിധ്യത്തിൻ്റെ മംഗളദായി അനുഭവത്തിൽ ഞാൻ ലീനമാകുന്നു. ഈ പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ അതിരറ്റ ആനന്ദം അനുഭവിക്കുമ്പോൾ മനസ്സിലെ എല്ലാ ഭയവും ശോകവും ഒഴിഞ്ഞു പോകുന്നു. ഈ അതിശ്രേഷ്ഠ പരമാത്മാ സംഘം എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ സംസ്കാരങ്ങളെ ദിവ്യവും അതിശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു. ഈശ്വര സാമീപ്യത്തിൻ്റെ മധുരമായ സുഖവും ആനന്ദവും നുകർന്നുകൊണ്ട് ശാന്തവും സുഖമയവും സ്നേഹസമ്പന്നവും ശക്തിസമ്പന്നവുമായ സ്ഥിതി കൈവരിച്ച് ഭൃഗുടി മധ്യത്തിലേക്ക് ഞാൻ അവതരിക്കുന്നു.